ക്വസ്റ്റ്യൻ നമ്പർ 1. ആദ്യത്തെ ചോദ്യം ഏതാണ്? എം പിയുടെ പേരറിയാമോ? എം പി അറിയാമോ? എത്ര പേർക്ക് ഡീൻ കുര്യാക്കോസിനെ അറിയാം? 92.1% പേർക്ക് എം പിയെ അറിയാം. 92.8 എന്ന് പറയാം നമുക്ക്, അല്ലെ? 92.1. അതെ. അപ്പൊ അല്ല, 92% അറിയാം, അറിയില്ല എന്ന് പറയുന്നത് 7. അങ്ങനെയാണ് എങ്കിൽ അതൊരു നല്ല കാര്യമല്ല. കാരണം 100-ൽ നമ്മൾ 92 പേരെ കാണുമ്പോൾ അവർക്ക് എം പി അറിയാം, പക്ഷേ 8 പേർക്ക് അറിയില്ല എന്ന് വരുന്നത് ഒരു ചെറിയ വ്യത്യാസം. ആ ഗ്യാപ്പ് അത്ര നല്ല സൂചനയല്ല. പക്ഷേ ഒരു കാര്യം, നമുക്കൊരു ആനുകൂല്യം കൊടുക്കാം ഡീൻ കുര്യാക്കോസിന്. കാരണം പൊന്നാനിയിൽ 3 വട്ടം തുടർച്ചയായി വരുന്ന ഒരു എം പിയാണ് നമ്മൾ മുമ്പേ കണ്ടത്. പക്ഷേ ഇടുക്കിയിൽ അങ്ങനെയല്ല. 2014-ൽ ജോയ്സ് ജോർജും ഡീനും മത്സരിക്കുന്നു, ജോയ്സ് ജയിക്കുന്നു. 2019-ൽ ജോയ്സും ഡീനും മത്സരിക്കുന്നു, ഡീൻ ജയിക്കുന്നു. ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകും, ജോയ്സ് ആണോ അതോ ഡീൻ ആണോ? അതാകാം ഈ വ്യത്യാസമെന്നാണ്. അങ്ങനെയെങ്കിൽ യുവ എം പിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. അടുത്ത ചോദ്യം അതാണല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെടുന്നവർ 3.4%, മികച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നവർ 19.9%. അതായത് 23.3% പേർക്കാണ് ഡീനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. എം പി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിൽ 23.3% പേർ അംഗീകരിക്കുന്നു. നല്ല പ്രവർത്തനമാണ്. അതേസമയം നോക്കൂ, മോശം എന്ന് പറയുന്നത് 17.6%, വളരെ മോശം എന്ന് പറയുന്നത് 7.4%. അതായത് 25% ആളുകൾക്ക് ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല. വ്യത്യാസം കണ്ടോ? ഇവിടെയാണ് പ്രശ്നം. മോശമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനൊരു പ്രാധാന്യമുണ്ട്. 92% പേർക്ക് മാത്രമേ എം പിയെ അറിയൂ എന്ന് പറയുമ്പോൾ എം പിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അത് മോശമാണ് എന്ന് പറയുന്നവരാണ് കൂടുതലായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഒരു നല്ല സൂചനയല്ല. ശരാശരിക്കാരായ ഇടുക്കിക്കാരെ ഞാൻ അവഗണിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ തരാം. ശരാശരിക്കാർ പറയുന്നു 48.5% ഉണ്ട് അവരുടെ. അത് വളരെ പ്രധാനമാണ്. അടുത്ത ചോദ്യം വരട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വോട്ട് വിഷയമായി ഇടുക്കിക്കാർ കാണുന്നത് എന്താണ്? സ്ഥാനാർത്ഥിയാണോ? എന്താണ് അവരുടെ ഉത്തരമെന്ന് നോക്കാം. പല ഘടകങ്ങൾ നമുക്ക് അവരുടെ മുന്നിലേക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നോക്കൂ, വികസന പ്രവർത്തനമാണ്. 55.9% പേർ വികസന പ്രവർത്തനം പ്രധാനമെന്ന് കരുതുമ്പോൾ എം പിയുടെ വിലയിരുത്തലാണ്. അത് വളരെ പ്രധാനമാണ്. 55.9%, 56. അതാ വീണ്ടും പ്രശ്നം വരുന്നു. അതായത് 92% ആളുകൾക്ക് മാത്രമേ അറിയൂ എന്ന് വരുന്നു. എം പിയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ലാത്തവരുടെ ശതമാനം 25 വികസന പ്രവർത്തനങ്ങളുടെ കാര്യമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നതെന്ന് പറയുമ്പോൾ മറ്റ് ചില ഘടകങ്ങൾ നമ്മൾ പ്രധാനമായും കണ്ടിരുന്നു. ഈ പറയുന്ന വിലക്കയറ്റം ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. അഴിമതി വളരെ പ്രധാനപ്പെട്ട വിഷയമല്ല. തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ല. അതായത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് മറ്റു മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഡീൻ കുര്യാക്കോസിന് അത്ര നല്ല കാര്യങ്ങളല്ല ഇതുവരെ. ഓക്കെ, ജോയ്സ് ജോർജും ഡീനും തമ്മിലുള്ള 3-ാം അംഗത്തിൽ ഇക്കുറി 2014 ആവർത്തിക്കുമെന്ന ഒരു സൂചനയാണ് നിങ്ങൾ നൽകുന്നത്. പക്ഷേ അടുത്ത ചോദ്യത്തിലേക്ക് പോയതിനു ശേഷമേ ഞാൻ പൂർണ്ണമായും പരാജയം സമ്മതിച്ചു തരൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം